where openness meets intimacy and light defines every spaces. Kushi is a home which is located in a densely populated area near Kondoti, Malappuram. ഓരോ ക്ലയൻറ്റും നമ്മളെ അടുത്ത് വീടെടുക്കണമെന്ന് സമീപിക്കുമ്പം ഓരോ കോൺസെപ്റ്റിലായിട്ടാണ് അവർ വരാറുള്ളത്. ആൻഡ് ഈ ക്ലയൻറ്റ് നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ ദേ നീഡ് എ ഡിസൈൻ ഓഫ് കൊളോണിയൽ ആൻഡ് കണ്ടംപററി ആർക്കിടെക്ചർ ബ്ലെൻഡ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എക്സ്റ്റീരിയർ ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വി യൂസ്ഡ് സം കൊളോണിയൽ ആൻഡ് കണ്ടംപററി എലമെൻറ്റ്സ് ത്രൂ ഔട്ട്. 13 സെൻറ്റ് പ്ലോട്ടിൽ 3200 സ്ക്വയർ ഫീറ്റിലായിട്ടാണ് ഈ വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ നമുക്ക് 5 ബെഡ്റൂംസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോട്ടലി. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ പോർഷനിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫോക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ്സ്കേപ്പ് ഏരിയ ഞങ്ങൾ ഇതിൻ്റെ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ട് യാർഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ഒരു മിനിമൽ സ്പേസ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീടിനോട് ഈ ലാൻഡ്സ്കേപ്പ് മെർജ് ചെയ്യാൻ വേണ്ടി ഒരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. ഈ പാത്ത് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാമിലി ഗാദറിംഗ് സ്പേസ് ആണ്. ഒരു മിനി ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞ പോലെ ഒരു ഫാമിലി ഗാദറിംഗ് സ്പേസിൽ നിന്നാണ് ഈ ഒരു പാത്ത് വേ സ്റ്റാർട്ട് ചെയ്തത്. ഈ പാത്ത് വേ ഈ സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് ഒരു കട്ടൗട്ട് സ്പേസിലേക്കാണ്. അത് വീടിനോട് മെർജ് ചെയ്തിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. ഈ ഒരു സ്പേസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഒരു ട്രീ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പാത്ത് വേ, ഒരു കോർട്ട്യാർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ ചെന്നെത്തുന്നത് വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ്. അതായത് ഇപ്പോൾ കാർ പോസ്റ്റിലൂടെ മെർജ് ചെയ്തിട്ട് വീടിൻ്റെ ബാക്കിലോട്ട് ഈ സ്പേസ് ഇങ്ങനെ ടെൻഡ് ചെയ്ത് പോവാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ വൈറ്റ് ആൻഡ് വുഡൻ ടോംസും കേർവ്ഡ് പാറ്റേൺസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വിച്ച് ടു ക്രിയേറ്റ് എ എസ്തെറ്റിക് ആൻഡ് ജോമെട്രിക് പാറ്റേൺസ്. ഇതിൻ്റെ ലിവിങ് ഏരിയ ഒന്നുകൂടി സ്പേഷ്യസ് ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ആകട്ടെ, ഫോയർ സ്പേസ് ആകട്ടെ, ഡൈനിങ് ഏരിയ ആവട്ടെ, കഞ്ചഷൻ ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടും ഒരു നാച്ചുറൽ ലൈറ്റിനെ ഉള്ളിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടും ഞങ്ങളൊരു ഇൻറ്റേർണൽ കോർട്ട്യാർഡ് സ്പേസും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ 3 ബെഡ്റൂംസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് കിഡ്സ് ബെഡ്റൂമും മറ്റൊന്ന് മാസ്റ്റർ ബെഡ്റൂമും അതിലൊന്ന് പാരൻറ്റ് ബെഡ്റൂമുമാണ്. ഇതിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് ഒരു ഓപ്പൺ കിച്ചണും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഡയറക്ട്സ് ടു ദ വർക്കിംഗ് കിച്ചൺ ഓൾസോ. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ മെയിൻ വൺ ഓഫ് ദ ഫോക്കൽ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെയർ കേസ് തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻ നാച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് ഞങ്ങൾ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് പോകുന്നത് തന്നെ ഒരു ആർച്ച് ഷേപ്പിലായതുകൊണ്ട് ഒരു ആർച്ച് നമ്മൾ സ്റ്റെയർ കേസ് ഏരിയ ആയിട്ടും മറ്റൊരു ആർച്ചിനെ നമ്മൾ ബ്രിഡ്ജ് ഏരിയയുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് മാക്സിമം നമ്മളൊരു എസ്തെറ്റിക്കൽ വ്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹാൻഡ് റെയിലായിട്ട് നമ്മൾ ഗ്ലാസ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്.